ജമ്മുകശ്മീരിൽ വൻ ആയുധ ശേഖരവുമായി 2 ലഷ്കർ-ഇ-തൊയ്ബ ഭീകരർ പിടിയിൽ. ജമ്മുവിലെ നർവാളിൽ 3 പൊട്ടാത്ത ഷെല്ലുകൾ കണ്ടെത്തി. സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മുവിലെത്തി. അതിർത്തി സംസ്ഥാനങ്ങളിൽ ഇന്ന് നിശ്ചയിച്ചിരുന്ന മോക്ക് ഡ്രിൽ മാറ്റിവെച്ചു. പാക് അധീന കശ്മീർ ഇന്ത്യയോട് ചേരുന്ന നാൾ വിദൂരമല്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ജമ്മു കശ്മീരിലെ ഷോപ്പിയാനിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാസേന നടത്തിയ തെരച്ചിലിലാണ് 2 ഭീകരർ പിടിയിലായത്. ലഷ്കർ-ഇ-തൊയ്ബയുടെ ഓവർഗ്രൗണ്ട് വർക്കേഴ്സായ ഇർഫാൻ ബഷീർ, ഉസൈർ സലാം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 2 AK-56 റൈഫിളുകൾ, 2 മാഗസിനുകൾ, 102 തിരകൾ, 2 ഗ്രനേഡുകൾ എന്നിവ കണ്ടെടുത്തു. ജമ്മുവിലെ നർവാളിൽ RT ഓഫീസിന് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് പൊട്ടാത്ത 3 പാക് മോർട്ടാർ ഷെല്ലുകളും കണ്ടെത്തി. സുരക്ഷാ സേനയെത്തി പരിശോധിച്ച ശേഷം ഷെല്ലുകൾ നിർവീര്യമാക്കി. 2 ദിവസത്തെ സന്ദർശനത്തിനായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കശ്മീരിലെത്തി. അമർനാഥ് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും അവലോകനം ചെയ്യുന്നതിനായി ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. നാളെ രാവിലെ പൂഞ്ചിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ തകർന്ന ഗുരുദ്വാര സന്ദർശിക്കും. പാക് അധീന കശ്മീരിലെ ജനങ്ങൾക്ക് ഇന്ത്യയുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. और हमें विश्वास है कि प्रेम, एकता और सत्य के मार्ग पर चलकर वह दिन दूर नहीं जब हमारा ही अंग POK स्वयं लौटकर कहेगा, मैं भारत हूं, भारत ही हूं, मैं वापस आऊंगा. ജമ്മു കശ്മീർ, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ഇന്ന് നിശ്ചയിച്ചിരുന്ന മോക്ക് ഡ്രിൽ മാറ്റിവെച്ചു. ഭരണപരമായ കാരണങ്ങളെ തുടർന്നാണ് തീരുമാനം. പഞ്ചാബിൽ ജൂൺ 3-ന് മോക്ക് ഡ്രിൽ നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. 24 ഡൽഹി.